എയർപോർട്ടിലെ ആ ഗ്ലാസ് ഡോർ കടക്കുമ്പോൾ നാം ഉപേക്ഷിച്ചു പോകുന്നത് ഒരു നാടിനെയല്ല, നമ്മുടെ തന്നെ പകുതി ജീവനാണ്. വിമാനം റൺവേയിൽ നിന്ന് ഉയർന്നു പോകുമ്പോൾ താഴെ തെളിയുന്ന ചെറിയ പച്ചപ്പിലേക്ക് നോക്കി നെടുവേർപ്പെടാത്തൊരു പ്രവാസിയും ഉണ്ടാകില്ല. ആ നിമിഷം മുതൽ അവനൊരു അക്കൗണ്ട് നമ്പർ മാത്രമായി മാറുകയാണ്. നാട്ടിലെ വീടിന്റെ ആധാരമായും അനിയത്തിയുടെ കല്യാണക്കുറിയായും ഉമ്മയുടെ മരുന്നിന്റെ കുറിപ്പടിയായും അവൻ സ്വയം ഉരുകിത്തീരാൻ തുടങ്ങുന്നു. പ്രവാസം എന്നത് വെറുമൊരു ജോലിയല്ല, അതൊരു വനവാസമാണ്. പകലിലെ കഠിനമായ ചൂടിലും ജോലി തിരക്കിലും അവനെല്ലാം മറക്കും. പക്ഷേ മുറിയിലെ ആ ഇടുങ്ങിയ കട്ടിലിൽ കിടന്ന് ലൈറ്റ് അണയ്ക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം പെയ്യുന്ന മഴയുടെ തണുപ്പ് അവന്റെ ഉള്ളിൽ തട്ടും. ഉമ്മ ഉണ്ടാക്കി വെച്ച ചൂടുള്ള ചോറിന്റെ മണം വായുവിലെവിടെയോ തങ്ങി നിൽക്കുന്നുണ്ടാകും. തന്റെ മകൻ വളരുന്നവൻ കാണുന്നത് ഫോട്ടോകളിലൂടെയാണ്. അവന്റെ ആദ്യത്തെ ചൂടുവെപ്പും ആദ്യത്തെ വാക്കും എല്ലാം ഒരു സ്ക്രീനിന്റെ അപ്പുറത്തായി പോയതിന്റെ സങ്കടം പ്രവാസിയായ ഒരു അച്ഛന് മാത്രമേ മനസ്സിലാകൂ. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം ഒരവധിക്ക് അവൻ നാട്ടിലെത്തുമ്പോൾ അവൻ കൊണ്ടുവന്ന ആ വലിയ പെട്ടിയിൽ എല്ലാവർക്കുമുള്ള സമ്മാനങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ പെട്ടി തുറക്കുമ്പോൾ ആരും കാണാത്ത ഒന്ന് അതിലുണ്ട്. അവനവിടെ ഹോമിച്ച അവന്റെ യൗവനം. നരച്ചു തുടങ്ങിയ മുടിയിലും ആഴത്തിലായ കണ്ണുകളിലും പ്രവാസം അവൻ നൽകിയ അടയാളങ്ങളുണ്ട്. നാട്ടിൽ നിൽക്കുമ്പോൾ തിരിച്ചു പോകാനുള്ള ദിവസങ്ങൾ അവൻ എണ്ണിത്തുടങ്ങും. പോകുന്ന ദിവസം ആ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മയുടെ നനഞ്ഞ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ അവൻ തല താഴ്ത്തും. കാരണം അടുത്ത തവണ വരുമ്പോൾ ഈ ഉമ്മയുണ്ടാവുമോ എന്ന ഭയം അവന്റെ ഉള്ളിലുണ്ടാകും.